ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാമിൽ സയൻസ് ആൻഡ് ടെക്നോളജി പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും ചോദിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസൊക്കെ പരാതി പറഞ്ഞു പൊളിറ്റിയിൽ നിന്നൊന്നും ചോദിച്ചില്ല, പഠിച്ചുകൊണ്ട് പോയ മേഖലയിൽ നിന്നൊന്നും ചോദ്യം ഡയറക്റ്റായി വന്നില്ല എന്ന്. അപ്പോൾ അതേ ആരോപണം വേണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ എൻ്റെ ഒരു അഭിപ്രായം, നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പല ടോപ്പിക്കുകളും പഠിച്ച സമയത്ത് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന പല ലോജിക്കുകളും അപ്ലൈ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ വർക്കാവുന്നൊരു ഡൈനാമിക്സ് വേറെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. എ സ്കൂൾ ന്യൂട്രീഷൻ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസസ് പൾസസ് ആൻഡ് എഗ്സ് ടു റെഡ്യൂസ് സ്റ്റണ്ടിങ് ഇൻ ചിൽഡ്രൻ. ദിസ് മെയിൻലി ഇംപ്രൂവ്സ്. കുട്ടികളുടെ സ്റ്റണ്ടിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാൽ അബ്സോർപ്ഷനും മാൽ ന്യൂട്രീഷനും മൂലം ഉണ്ടാകുന്നൊരു അവസ്ഥയാണ്. നമ്മൾ ഡീറ്റെയിൽഡായി പറയും. ഈ സ്റ്റണ്ടിങ് മാറ്റാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് എന്ത് കൊടുത്തു? പൾസ് ആൻഡ് എഗ്സ് കൊടുത്തു. ഇതിൻ്റെ ലോജിക്കൊക്കെ നമ്മൾ ആലോചിക്കുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു കാര്യമാണ് എഗ് ഈസ് ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. നമ്മൾ കേൾക്കുന്നൊരു സാധനമാണ് അല്ലേ. ഏതാണ്ട് ഒരു 6 ഗ്രാമോളം 8 ഗ്രാമോളം പ്രോട്ടീൻ മുട്ടയിലുണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ എഗ് ഈസ് ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ നമുക്കറിയാം. അതുപോലെ പയറ് വർഗ്ഗങ്ങൾ, നമ്മൾ ഈ പറയുന്ന ചെന്ന, വെള്ളക്കടല എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള ഫുഡൊക്കെ പ്രോട്ടീൻ്റെ സോഴ്സാണെന്ന് നമുക്കറിയാം. അപ്പോൾ തന്നെ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മിനറൽ ടോക്സിസിറ്റി ഉണ്ടാക്കുക, ദിസ് മെയിൻലി ഇംപ്രൂവ്സ് എന്ന് പറഞ്ഞിരിക്കുക. അതായത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കുന്ന ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ കുട്ടികൾക്ക് മിനറൽ ടോക്സിസിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടൊരു സാധനം കൊടുക്കില്ല എന്നുള്ള വളരെ സിമ്പിളായ ലോജിക്ക് വെച്ച് തന്നെ നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? ഓപ്ഷൻ സി ക്യാൻസൽ ചെയ്യാം. മിനറൽ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ മിനറൽസിൻ്റെ ഈ പറഞ്ഞ ഓവർ കോൺസെൻട്രേഷൻ മൂലം ഉണ്ടാകുന്ന ടോക്സിസിറ്റിയാണ്. കുട്ടികളിൽ ടോക്സിസിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആരും ചെയ്യില്ലല്ലോ. അപ്പോൾ ലോജിക്കലി തന്നെ നമുക്ക് സി ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് വാട്ടർ ബാലൻസും കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കും പ്രോട്ടീൻ അവൈലബിലിറ്റിയുമാണ്. അപ്പോൾ എഗ്ഗും പൾസും തന്നെ നമ്മൾ ഈ പറഞ്ഞ ന്യൂട്രീഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. എഗ് ഈസ് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ, പൾസ് ഈസ് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ലോജിക്കലി നമുക്ക് ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് അവിടെ മനസ്സിലാക്കാം. പ്രോട്ടീൻ അവൈലബിലിറ്റി, പ്രോട്ടീൻ ലഭ്യത ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ പൾസും എഗ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന പൾസസ്, ഓക്കെ, അതായത് ലെൻറ്റിൽസ്, ബീൻസ്, ചിക്ക് പീസ് ഒക്കെ പറയുന്നത് നമ്മൾ ഈ പറയുന്ന പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളും അതുപോലെ എഗ്ഗും ഒക്കെ എന്ത് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ്റെ പ്രൈമറി സോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ബയോ അവൈലബിലിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ മുട്ടയുടെ ബയോ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് എത്രത്തോളം പ്രോട്ടീൻ അബ്സോർബ് ആകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇംപെയ്ഡ് ഗ്രോത്ത് ആണ്, വളർച്ചയിലുണ്ടാകുന്ന പ്രശ്നമാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻ ദ ചിൽഡ്രൻ, വളർച്ച മുരടിച്ച് പോകലാണ് സ്റ്റണ്ടിങ്. ഓക്കെ, അത് അമിനോ ആസിഡ്സ് ലാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അതായത് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അമിനോ ആസിഡ്സ് ആണ്, അമിനോ ആസിഡ് ചെയിൻസ് ആണ് അല്ലേ. അപ്പോൾ പ്രോട്ടീൻസിൽ കാണപ്പെടുന്ന പല അമിനോ ആസിഡ്സിൻ്റെയും ദൗർലഭ്യം കുട്ടികൾക്കുള്ളതുകൊണ്ട് അവരുടെ വളർച്ചയിൽ മുരടിപ്പുണ്ടാകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റണ്ടിങ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ അവൈലബിലിറ്റി ഉറപ്പാക്കുന്നത്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ലോജിക്കലി ആൻസർ ചെയ്യാൻ നമ്മൾ എന്താണ് സ്റ്റണ്ടിങ് എന്ന് അറിയേണ്ട, അതിന് പ്രോട്ടീൻ പരിഹാരമാവുമെന്ന് അറിയേണ്ട. എഗ്ഗും പൾസും കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ലോജിക്കലി പ്രോട്ടീൻ അവൈലബിലിറ്റി നമുക്ക് ടിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒരെണ്ണം കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കാണ്. അപ്പോൾ നമുക്ക് ചെറിയ അളവിൽ പൾസുകളിൽ എന്തുണ്ട്? സ്റ്റാർച്ചൊക്കെ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിലും അവ സ്പെസിഫിക്കലി നമ്മൾ ഈ പറഞ്ഞ, ഇപ്പം നമ്മൾ പറയുമല്ലോ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമല്ലോ, ഈ ബാലൻസ്ഡ് ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായി പറയുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ ചെന്ന പോലെയുള്ള കടലവർഗ്ഗത്തിൽപ്പെട്ട വെള്ളക്കടല പോലെയുള്ള സാധനങ്ങളും പയറും ഒക്കെ അല്ലേ. ഇതെന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? അവ പ്രോട്ടീൻ സോഴ്സ് ആയതുകൊണ്ടാണ്, അവയിൽ നല്ല പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ്. സോ സ്പെസിഫിക്കലി പൾസുകൾ നമ്മൾ ഈ പറഞ്ഞ പ്രോട്ടീൻ കണ്ടൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രൈമറി സോഴ്സ് ഏതാ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചോറ് അല്ലേ. ഇപ്പോൾ ചോറ്, ഗോതമ്പ്, മെയ്സിലൊക്കെയാണ് എന്തുള്ളത്? കാർബോഹൈഡ്രേറ്റ് ഉള്ളത്. അപ്പോൾ ധാന്യങ്ങളിലാണ് പ്രധാനമായി കാർബോഹൈഡ്രേറ്റ് അന്നജമൊക്കെ ഉണ്ടാവാറുള്ളത്. പയറ് വർഗ്ഗങ്ങൾ എന്തിൻ്റെ പ്രൈമറി സോഴ്സാണ്? പ്രോട്ടീൻ്റെ പ്രൈമറി സോഴ്സാണ്. ഓക്കെ, സി എന്ന ഓപ്ഷൻ വളരെ ഇല്ലോജിക്കലായ ഒരു ഓപ്ഷനാണ്. മിനറൽ ടോക്സിസിറ്റി കുട്ടികൾക്കുണ്ടാവാൻ നമ്മളൊന്നും കൊടുക്കില്ല എന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു. ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അമിതമായാൽ അമൃതും വിഷം നമ്മൾ പറയുമ്പോഴാണ് ടു മച്ച് ഓഫ് എ മിനറൽ. ഒരു മിനറലിൻ്റെ അളവ് വളരെ കൂടുന്നു, അത് ഹാംഫുള്ളായ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ന്യൂട്രീഷൻ പ്രോഗ്രാം ഇതുപോലുള്ള മിനറൽ ഡെഫിഷ്യൻസീസ് ഇല്ല, അതായത് ഇതിൻ്റെ ലഭ്യതക്കുറവ് അല്ലെങ്കിൽ ദൗർലഭ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രീഷൻ പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ആവശ്യത്തിൽ കൂടുതൽ കൊടുത്ത് കുട്ടികളിൽ ഇതിൻ്റെ ടോക്സിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ന്യൂട്രീഷൻ പ്രോഗ്രാംസ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ,
പിന്നെ വാട്ടർ ബാലൻസാണ്. ഇപ്പോൾ ചൂട് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വെക്കുന്നൊരു കാര്യമാണ്, ഇപ്പോൾ വിയർത്തൊക്കെ നമ്മുടെ ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള ജലവും പിന്നെ എന്തും പോകും, ഇലക്ട്രോലൈറ്റ്സും ലോസ് ആവും. സോഡിയവും പൊട്ടാസ്യം പോലുള്ള ഇലക്ട്രോലൈറ്റ്സും ലോസ് ആവും. അതുകൊണ്ടാണ് ഉപ്പ് കലക്കിയ ഉപ്പും പഞ്ചാരയും മിക്സ് ചെയ്ത തരത്തിലുള്ള വെള്ളമൊക്കെ കുടിക്കണം എന്നൊക്കെ നമ്മളോട് പലരും അഡ്വൈസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? വെള്ളം മാത്രം കുടിച്ചാൽ വാട്ടർ കണ്ടൻറ്റ് കയറും, നമ്മൾ ഹൈഡ്രേറ്റ് ആവും. പക്ഷേ ഈ വിയർപ്പിലൂടെയൊക്കെ നമ്മുടെ ഇലക്ട്രോലൈറ്റുകൾ ലോസായി പോകുന്നുണ്ട്. അധികമായി വെള്ളം കുടിച്ചാൽ നമ്മൾ മരിച്ചു പോകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അധികമായി വെള്ളം കുടിച്ചാൽ നമ്മൾ മരിച്ചു പോകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ഇലക്ട്രോലൈറ്റ് ബാലൻസിലൊക്കെ നമ്മുടെ ബോഡിയിലെ അയോൺ ബാലൻസിലൊക്കെ എന്ത് ചെയ്യും? ഡിസ്റപ്ഷൻസ് ഉണ്ടാവും എന്നതുകൊണ്ടാണ് നമ്മൾ വാട്ടർ ബാലൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവ പൾസും എക്സും വഴിയല്ല നമ്മൾ വാട്ടർ ബാലൻസ്, അത് ലോജിക്കലി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. നല്ല വെള്ളം കുടിക്കുക, ഇലക്ട്രോലൈറ്റിൻ്റെ കുറപ്പ് വരുത്തുക എന്നതാണ് നമ്മൾ വാട്ടർ ബാലൻസിനായിട്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാൻ അപ്ലൈ ചെയ്യേണ്ട ലോജിക്ക്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ കോഡ് എയിൽ 47ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ച ചോദ്യം, സാറ്റലൈറ്റ് ഇമേജറി ഈസ് യൂസ്ഡ് ടു മോണിറ്റർ പാഡി കൾട്ടിവേഷൻ അക്രോസ് സീസൺസ് ഇൻ കേരള. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റിമോട്ട് സെൻസിങ് ഫോർ റിസോഴ്സ് മോണിറ്ററിംഗ്, റിയൽ ടൈം ഫീൽഡ് ഇൻസ്പെക്ഷൻ ത്രൂ ഗ്രൗണ്ട് ബേസ്ഡ് സർവേസ്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അസസ്മെൻറ്റ് ഓവർ അഗ്രികൾച്ചറൽ ലാൻഡ്സ്കേപ്പ്, അറ്റ്മോസ്ഫിയറിക് കെമിസ്ട്രി അനാലിസിസ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ സാറ്റലൈറ്റ് ഇമേജറി ഈസ് യൂസ്ഡ് ടു മോണിറ്റർ പാഡി കൾട്ടിവേഷൻ, ഉപഗ്രഹ ചിത്രങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി? പാഡി കൾട്ടിവേഷൻ, നെൽകൃഷിക്ക് വേണ്ടി, കേരളത്തിലെ നെൽകൃഷിക്ക് വേണ്ടി, വിവിധ സീസണുകളിലുള്ള നെൽകൃഷിയെ മോണിറ്റർ ചെയ്യാൻ, നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതിൽപ്പെടും? ലോജിക്കലി നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഉപഗ്രഹങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടായാലും നമ്മുടെ എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടായാലും, അത് ഏരിയയിലായിട്ടുള്ള എന്ത് സോഴ്സ് വെച്ചും നമുക്ക് എന്ത് ചെയ്യാം? റിമോട്ട് സെൻസിങ് നടത്താം. ഓക്കെ, ഹോട്ട് എയർ ബലൂൺസിലെ ക്യാമറാസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് റിമോട്ട് സെൻസിങ് നടത്താം. അങ്ങനെ എയർബോൺ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ ഗ്രൗണ്ടിനെ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ സാറ്റലൈറ്റ് ഇമേജറി ഉപയോഗിച്ച് റിമോട്ട് സെൻസിങ് നടത്താം എന്നുള്ള ലോജിക്ക് നമുക്കറിയാം. അപ്പോൾ ആ ലോജിക്ക് വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ എ എന്ത് ചെയ്യാം? ടിക്ക് ചെയ്യാം. ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? റിയൽ ടൈം ഫീൽഡ് ഇൻസ്പെക്ഷൻ ത്രൂ ഗ്രൗണ്ട് ബേസ്ഡ് സർവേസ്. നമ്മൾ സെൻസസ് നടത്തുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ അധ്യാപകരായിട്ടുള്ളവരൊക്കെയാണ് പലപ്പോഴും സെൻസസ് ഡ്യൂട്ടി ഏൽപ്പിക്കാറുള്ളത്. അവർ കയ്യിൽ പേപ്പറും പേനയും കൊണ്ട് ഓരോ വീട്ടിലും പോയി എത്ര അംഗങ്ങളുണ്ട്, അവർക്ക് എത്ര ജോലിയുണ്ട്, എത്ര ശമ്പളം ഉണ്ടെന്നൊക്കെ ചോദിച്ച് എഴുതിയെടുക്കും. ഇത് സർവേ ആണ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൃഷി ചെയ്യുന്ന ഓരോരുത്തർക്കും എത്ര കൃഷിയുണ്ട്, അവരിൽ എത്ര പേർക്ക് ഇറിഗേഷൻ സെറ്റപ്പ് ഉണ്ട്, എത്ര പേര് വരമ്പ് കിട്ടിത്തിരിച്ചിട്ടുണ്ട്, എത്ര പേര് സൈഡിലൂടെ ഒഴുകുന്ന ഏതെങ്കിലും ജലസ്രോതസ്സിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ജലം ഇറിഗേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് പോയി ചോദിച്ച് മനസ്സിലാക്കി സർവേ എടുക്കാനാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് സർവേയുടെ ആവശ്യമുള്ളൂ. അവിടെ നമുക്ക് സാറ്റലൈറ്റിന് ആവശ്യമില്ലല്ലോ. സാറ്റലൈറ്റ് വെച്ചിട്ട് ഇതെല്ലാം പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ പരിപാടിയില്ല. അത് ഗ്രൗണ്ട് സർവേ ആണ്. ഗ്രൗണ്ട് സർവേക്ക് നമുക്ക് സാറ്റലൈറ്റിൻ്റെ ആവശ്യമില്ല. അതിന് ഹ്യൂമൻ പവറാണ് വേണ്ടത്. ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് നമ്മൾ ഫീൽഡ് ഇൻസ്പെക്ഷൻ എന്ത് വഴി? സർവേസ് വഴിയാണ് നടത്തുന്നത്. അപ്പോൾ അത് വരില്ല എന്ന് നമുക്കറിയാം. അതിന് സാറ്റലൈറ്റ് ഇമേജറിയുടെ ആവശ്യമില്ലല്ലോ. സാറ്റലൈറ്റ് ഇമേജറി വെച്ചിട്ട് ആരൊക്കെ ഇപ്പോൾ പറമ്പിൽ നിൽപ്പോണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ അടുത്ത് പോയി ചോദ്യം ചോദിക്കുന്ന പരിപാടി അല്ലത്. ആ ലാൻഡിനെ മൊത്തത്തിൽ, ആ ലാൻഡ്സ്കേപ്പിനെ മൊത്തത്തിൽ നമ്മൾ സാറ്റലൈറ്റ് വെച്ച് പഠിക്കുകയാണ്. അപ്പോൾ ആ ഓപ്ഷൻ വരില്ല എന്ന് നമുക്ക് അവിടെ തന്നെ മനസ്സിലാവും. സി എന്താണ്? അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അസസ്മെൻറ്റ് ഓവർ അഗ്രികൾച്ചറൽ ലാൻഡ്സ്കേപ്പ്. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അറിയാൻ ഇപ്പോൾ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ സാറ്റലൈറ്റ് ഇമേജറി ഉപയോഗിച്ചുകൊണ്ട് പാഡി കൾട്ടിവേഷൻ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇതിനേക്കാൾ സ്യൂട്ടബിളായ ഓപ്ഷൻ എന്ത് തന്നെയാണ്? റിമോട്ട് സെൻസിങ് തന്നെയാണ്. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് പഠിക്കാൻ നമുക്ക് വേറെ ടെക്നിക്കുകളുണ്ട്. അതുപോലെ അറ്റ്മോസ്ഫിയറിക് കെമിസ്ട്രി, അന്തരീക്ഷത്തിൻ്റെ രാസഘടന എന്താണെന്നും നമുക്ക് സാറ്റലൈറ്റ് ഉപയോഗിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, വേറെ സോഴ്സിൽ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭുവൻ പോർട്ടലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, കൃത്യമായിട്ട് നമ്മുടെ എത്ര വനമുണ്ട്, എത്ര സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി ഡിസ്കസ് ചെയ്തതാണ് ഭുവൻ പോർട്ടലിൻ്റെ കാര്യം. അപ്പോൾ എത്ര വനമേഖല നമുക്കുണ്ട്, എത്ര കാർഷിക മേഖല നമുക്കുണ്ട്, അങ്ങനെയുള്ള ഈ പറഞ്ഞ ഈ നമ്മുടെ ഭൂമിപരിതലത്തെ നമ്മളെങ്ങനെയൊക്കെ കാർഷികേതര ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നുള്ള കൃത്യമായിട്ടുള്ള പിക്ചർ നമുക്കെന്ത് ഭുവൻ പോർട്ടലിലൂടെ കിട്ടും. അത് ഈ റിമോട്ട് സെൻസിങ്ങിൻ്റെ ഉദാഹരണമാണ്. സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ നടപ്പിലാക്കിയെടുത്തതാണ് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എ ആണ് നമ്മുടെ ആൻസർ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എയിൽ നമ്മളോട് പറഞ്ഞു റിമോട്ട് സെൻസിങ് ഫോർ റിസോഴ്സ് മോണിറ്ററിങ്. അപ്പോൾ റിസോഴ്സുകൾ എങ്ങനെയൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നു, പ്രകൃതി വിഭവങ്ങൾ എങ്ങനെയൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ലൈക്ക് പാഡി കൾട്ടിവേഷൻ ഈസ് എ ക്ലാസിക് ആപ്ലിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ്. പലരും ചോദിക്കാറുണ്ട്, ഈ ഇത്രയും കോടി മുടക്കി ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. കൃത്യമായിട്ട് കൃഷിയെ സംബന്ധിച്ച ഡാറ്റകൾ
കന്നുകാലി വളർത്തുന്നവരാണെങ്കിൽ ഈ കന്നുകാലിക്ക് ഗ്രേസ് ചെയ്യാൻ പറ്റിയ ഭൂമി എവിടെയുണ്ട്, മത്സ്യബന്ധന തൊഴിലാളികളാണെങ്കിൽ കൃത്യമായിട്ട് മത്സ്യസമ്പത്ത് എവിടെയുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. എവിടെയാണ് ചാകര ഉണ്ടാവാൻ സാധ്യതയുള്ളത്, എവിടെയൊക്കെ കറണ്ടുകൾ, വാം കറണ്ട്, കോൾഡ് കറണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്, എവിടെ മറ്റേ പ്ലവകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ജോഗ്രഫിയിൽ നിങ്ങൾ പഠിച്ചുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികളെ അറിയിക്കാനായിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്കുണ്ട്, സാറ്റലൈറ്റ് വഴി അത് അറിയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ ഹ്യൂമൻ ലൈഫിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ സ്പേസ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി സിലബസിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സ്പേസ് സയൻസിൻ്റെ എവല്യൂഷൻ, മൈൽ സ്റ്റോൺ മിഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ നിന്നാണ് സാധാരണ കൺവെൻഷനലായി ചോദ്യം ചോദിക്കാറുള്ളത്. ഇപ്പം പണ്ടത്തെ PSC ആണെങ്കിൽ ഇപ്പോൾ പ്രധാനമായി ക്വസ്റ്റ്യൻ വരാനുള്ള ആർട്ടമിസിൽ നിന്നാണ്, അല്ലെങ്കിൽ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 നിന്നാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. പക്ഷേ അത് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു ലോജിക് അപ്ലൈ ചെയ്യേണ്ട ലെവലിലേക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഒരുപാട് ഇത് ടഫല്ല. ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സയൻറ്റിസ്റ്റുകളും ഗവൺമെൻറ് ഏജൻസികളും ഒക്കെ ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ലാർജ് ഏരിയകളെ പറ്റി പഠിക്കാനായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിനായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഈ സയൻറ്റിസ്റ്റുകളെ നമുക്ക് അവിടേക്ക് അയക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് ഇൻഡിവിജ്വലി ഫിസിക്കലി പ്രസൻ്റായിട്ട് നേരിട്ട് ചെന്ന് ഡാറ്റ എടുക്കേണ്ട ആവശ്യം ആർക്ക് വരുന്നില്ല, ഇവർക്ക് വരുന്നില്ല. പകരം എന്ത്, നേരിട്ട് പോകാതെ ഈ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ആർക്ക്, സയൻറ്റിസ്റ്റുകൾക്കും ഗവൺമെൻറ് ഏജൻസികൾക്കും ഒക്കെ റിമോട്ട് സെൻസിങ്ങിലൂടെ സാധിക്കും. ഓക്കെ, അപ്പോൾ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഡിറ്റക്റ്റിംഗ് ആൻഡ് മോണിറ്ററിങ് ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഏരിയ ബൈ മെഷറിംഗ് ഇറ്റ്സ് റിഫ്ലക്റ്റഡ് ആൻഡ് എമിറ്റഡ് റേഡിയേഷൻ അറ്റ് എ ഡിസ്റ്റൻസ് ടിപ്പിക്കലി ഫ്രം എ സാറ്റലൈറ്റ് ഓർ എയർക്രാഫ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഉപഗ്രഹങ്ങൾ തന്നെ വേണമെന്നില്ല, ഏതൊരു എയർക്രാഫ്റ്റും ഡ്രോണുകളും നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള എയർബോൺ സോഴ്സുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ എയറിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ഏരിയയുടെ, ലാൻഡ് ഏരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്ന പരിപാടിയാണ് റിമോട്ട് സെൻസിങ്. പ്രധാനമായിട്ട് എന്ത്, പാഡി കൾട്ടിവേഷന് നമ്മൾ ഈ പറഞ്ഞ സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡ്യൂറിങ് ദ ട്രാൻസ്പ്ലാന്റേഷൻ ഫേസ് ദ ഫീൽഡ്സ് ആർ ഫ്ലഡഡ് വിത്ത് വാട്ടർ വിച്ച് റിഫ്ലക്ട്സ് ലൈറ്റ് ഡിഫറൻ്റ്ലി ദാൻ ഡ്രൈ സോയിൽ. ആസ് ദ പ്ലാന്റ്സ് ഗ്രോ ദേ റിഫ്ലക്ട്സ് ഹൈ ലെവൽസ് ഓഫ് നിയർ ഇൻഫ്രാറെഡ് ലൈറ്റ്. അപ്പോൾ ഇതെങ്ങനെ ഇത് മനസ്സിലാക്കുന്നത്, അതിൻ്റെ ഉദാഹരണമാണ് തന്നിരിക്കുന്നത്. അതായത് ജലം നിറഞ്ഞിരിക്കുന്ന ഒരു ഫീൽഡും ഡ്രൈ ആയിരിക്കുന്ന ഒരു ഫീൽഡും രണ്ട് തരത്തിലാണ് റേഡിയേഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കാറുള്ളത്. ഇതിൽ ജലം നിറഞ്ഞിരിക്കുന്ന ഫീൽഡ് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഡ്രൈ ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സാറ്റലൈറ്റ് ഡാറ്റ അനലൈസ് ചെയ്യുന്നതിലൂടെ മനസ്സിലാവും ഒരു പ്രദേശം ഡ്രൈ ആയ മണ്ണുള്ള ഇടമാണോ അതോ അവിടെ വാട്ടർ ഷെഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കൃഷിക്ക് വേണ്ടി വാട്ടർ എന്ന ഈ പറഞ്ഞ റിസോഴ്സിനെ ഏതൊക്കെ തരത്തിൽ അവിടെയുള്ളവർ ഇറിഗേഷൻ ഫെസിലിറ്റിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നീ സാറ്റലൈറ്റ് ഡാറ്റ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മണ്ണിൻ്റെ സ്വഭാവഘടനയിലുള്ള വ്യത്യാസം, അവിടെ ജലം ഇറിഗേറ്റ് ചെയ്യുന്നതിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് ഇത് വെച്ച് മനസ്സിലാവും. അതുപോലെ ഈ ചെടികൾ വളർന്നു വരുമ്പോൾ ഇവ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന ഇൻഫ്രാറെഡ് വേവ് എന്ന് പറയുന്നത് ഏതായിരിക്കും, നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രം ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ അവിടെ കൃഷി പുരോഗമിച്ചു, ജസ്റ്റ് വിത്തിട്ടിട്ടുള്ളോ, ഇവ വളർന്നു വന്നോ, ഡ്രൈ ലാൻഡ് ആണോ, വെറ്റ് ലാൻഡ് ആണോ, ഇതൊക്കെ. വെറ്റ് ലാൻഡ് മീൻസ് വെള്ളം കെട്ടി നിർത്തിയ, മറ്റേ വെറ്റ് ലാൻഡിൽ തണ്ണീർത്തടമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വെള്ളം കെട്ടി നിർത്തിയ സ്ഥലമാണോ എന്നതൊക്കെ ഈ പറഞ്ഞ സാറ്റലൈറ്റ് ഡാറ്റ വെച്ച് പഠിക്കാം. അതുകൊണ്ടാണ് നമ്മൾ സാറ്റലൈറ്റ് ഡാറ്റ ഈ പറഞ്ഞ റിമോട്ട് സെൻസിങ് അഗ്രികൾച്ചറിന് വേണ്ടി നമ്മളിങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ റിസോഴ്സ് മോണിറ്ററിങ് ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ സാധനമാണ്. ഓക്കെ, എത്രത്തോളം നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഹാർവെസ്റ്റ് വോളിയം, അതുപോലെ നാച്ചുറൽ ആൻഡ് എക്കണോമിക് റിസോഴ്സ്, ഹെൽത്ത് ഓഫ് ദി ക്രോപ്സ്, ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ പറഞ്ഞ ഡാറ്റയിലൂടെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ റിയൽ ടൈം ഫീൽഡ് ഇൻസ്പെക്ഷൻ ആണെങ്കിൽ ആളുകൾ പോകണം, പീപ്പിൾ ടു ഗോ ഇൻ ടു ഫീൽഡ് വിത്ത് നോട്ട് ബുക്സ് ഓർ GPS ഡിവൈസസ്, അവർ നേരിട്ട് പോകണം. റിമോട്ട് സെൻസിങ്ങിന് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അസസ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. സാറ്റലൈറ്റുകൾ വെച്ച് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ മോണിറ്റർ ചെയ്യാറുണ്ട്. പക്ഷേ റിമോട്ട് സെൻസിങ്ങിൽ പ്രധാനമായി നമ്മൾ പാഡി കൾട്ടിവേഷനിൽ അത് ഉപയോഗിക്കുന്നത് അറ്റ്മോസ്ഫിയറിനെ പറ്റി പഠിക്കാനല്ല, ലാൻഡ് യൂസിനെ പറ്റി പഠിക്കാനാണ്. ഓക്കെ, മോണിറ്ററിങ് കണ്ടോ, ലാൻഡ് റാദർ ദാൻ എയർ. ഫോട്ടോകൾ ഉപയോഗിച്ചുകൊണ്ട്, സാറ്റലൈറ്റ് ഇമേജറി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ലാൻഡിനാണ് പഠിക്കുന്നത്, എയറിനെ അല്ല. പിന്നെ അറ്റ്മോസ്ഫിയറിക് കെമിസ്ട്രി, അന്തരീക്ഷത്തിൻ്റെ രാസഘടനയിലുള്ള വ്യത്യാസം. ഇത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡും ഓസോണും ഒക്കെ പോലുള്ള നമ്മൾ പറയുന്ന അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ, കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അന്തരീക്ഷ വാതക സംരചന. അപ്പോൾ ഇതിലുണ്ടാകുന്ന ചേഞ്ചുകളൊക്കെയാണ് നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് കെമിസ്ട്രി അനാലിസിസിൽ നടത്താറുള്ളത്. ഓക്കെ, അപ്പോൾ പാഡി ഫീൽഡ് എന്ത് ചെയ്യാറുണ്ട്, മീഥൈനൊക്കെ പോലെയുള്ള ഗ്യാസുകൾ എമിറ്റ് ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ ഈ കൾട്ടിവേഷൻ മോണിറ്റർ ചെയ്യുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അത്തരം ഗേഷ്യസ് കെമിസ്ട്രി റിലേറ്റഡ് സ്റ്റഡീസ് അല്ല, മറിച്ച് ലാൻഡ് യൂസ് പാറ്റേൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ
ഇമേജറി എന്നത് വെച്ച് തന്നെ നമുക്ക് സാറ്റലൈറ്റ് ഇമേജറി, സാറ്റലൈറ്റ് അയച്ചു തരുന്ന ചിത്രങ്ങൾ എന്നത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഈ 3 ഓപ്ഷൻ കളഞ്ഞിട്ട് നമുക്ക് ആ പറഞ്ഞ എന്ത് ഈ റിമോട്ട് സെൻസിങ് ഫോർ റിസോഴ്സ് മോണിറ്ററിങ് എന്ന ഓപ്ഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ലോജിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണത്. ഓക്കെ, പിന്നെ ചോദിച്ചൊരു ചോദ്യം, എ ഹിൽ വില്ലേജ് റീപ്ലേസസ് ഡീസൽ ജനറേറ്റേഴ്സ് വിത്ത് എ മൈക്രോ ഹൈഡ്രോ സിസ്റ്റം which is the most direct benefit? Increase in carbon emissions, dependence on imported fuel, reduction in air pollution and fuel cost, reduced rainfall. ഇതെവിടെയും പഠിപ്പിച്ചില്ലല്ലോ എന്നതായിരിക്കും ആദ്യത്തെ ധാരണ. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ക്ലാസ് എടുത്ത സമയത്ത് ഒരു പ്രത്യേക സ്കീം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡീസൽ ജനറേറ്റേഴ്സ് മാറ്റിയിട്ട് മൈക്രോ ഹൈഡ്രോ സിസ്റ്റം വച്ചു. ഓക്കെ, എന്താണ് ഇതിൻ്റെ മോസ്റ്റ് ഡയറക്റ്റ് ബെനിഫിറ്റ്? നമുക്കറിയാം ഇവിടെ 2 വാക്കുണ്ട്, ഒന്ന് ഡീസൽ, 2 മൈക്രോ ഹൈഡ്രോ. നമുക്കറിയാം ഡീസൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോസിൽ ഫ്യൂവലാണ്. അപ്പോൾ ഒരു ഡീസൽ ജനറേറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്തുകൊണ്ടാണ് നമ്മളെ ജനറേറ്റർ ഉപയോഗിക്കുന്നത്. അവിടെ ഹൈ കാർബൺ എമിഷൻ ആയിരിക്കും. ഹൈഡ്രോ പവർ പ്രോജക്റ്റുകൾ പഠിച്ച സമയത്തും നമ്മൾ പറഞ്ഞു ജലം റിസോഴ്സായി ഉപയോഗിക്കുമ്പോൾ അവിടെ കാർബൺ എമിഷൻ വളരെ കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡീസൽ ജനറേറ്റർ മാറ്റി മൈക്രോ ഹൈഡ്രോ സിസ്റ്റം വെക്കുമ്പോൾ തന്നെ അതിൽ ആദ്യത്തെ ഏറ്റവും ഡയറക്റ്റ് ബെനിഫിറ്റ് എന്താണ്? മോസ്റ്റ് ഡയറക്റ്റ് ബെനിഫിറ്റ് എന്താണ്? റിഡക്ഷൻ ഇൻ എയർ പൊല്യൂഷൻ ആൻഡ് ഫ്യൂവൽ കോസ്റ്റ്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഡീസൽ വാങ്ങാനായിട്ട് നമ്മൾ പൈസ കളയേണ്ട, ഡീസൽ കത്തിച്ചുണ്ടാകുന്ന പൊല്യൂഷൻ അവിടെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ബാക്കി ഓപ്ഷൻസ് നമ്മൾ നോക്കിയാൽ ഇൻക്രീസ് ഇൻ കാർബൺ എമിഷൻ ഒരിക്കലും ലോജിക്കല്ല. കാരണം ഡീസലിനേക്കാൾ കാർബൺ എമിഷൻ ഈ പറഞ്ഞ വാട്ടർ സിസ്റ്റം ഉണ്ടാക്കുമെന്നുള്ളത് ലോജിക്കലേ അല്ല. ഓക്കെ, അതുപോലെ ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ടഡ് ഫ്യൂൽ. ഡീസലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലേ നമുക്ക് ആ ഫ്യൂവലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡീസൽ മാറ്റി ഹൈഡ്രോ വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ ഡിപ്പെൻഡൻസ് ഇല്ലാതാവുകയാണ്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. റെഡ്യൂസ്ഡ് റെയിൻഫാൾ, കാർബണൈസേഷനുമായിട്ടൊക്കെ ആലോചിച്ച് പോയാൽ നമുക്ക് പറയാം കാർബണൈസേഷൻ കുറയുന്നു, അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മാറുന്നു എന്നൊക്കെ. പക്ഷേ ചോദിച്ചിരിക്കുന്ന മോസ്റ്റ് ഡയറക്റ്റ് ബെനിഫിറ്റാണ്. മോസ്റ്റ് ഡയറക്റ്റ് ബെനിഫിറ്റ് എന്താണ്? എയർ പൊല്യൂഷൻ കുറയുന്നു, ഫ്യൂവൽ കോസ്റ്റ് കുറയുന്നു എന്നതാണ് മോസ്റ്റ് ഡയറക്റ്റ് ബെനിഫിറ്റ്. നമ്മൾ പഠിച്ച സ്കീം ഏതാ? അതാണ് ഞാൻ പറഞ്ഞത്, ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പല ടോപ്പിക്കുകളിലും നമ്മൾ പറഞ്ഞ ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇവയൊക്കെ. ആ PM കുസും നമ്മൾ പഠിച്ചു. എന്താ നമ്മളവിടെ പഠിച്ചത്? പ്രധാനമന്ത്രി കിസാൻ ഊർജ്ജ സുരക്ഷ ഏവം ഉത്തം മഹാഭിയാൻ എന്ന് പറഞ്ഞൊരു സ്കീം നമ്മൾ പഠിച്ചു. ഡീറ്റെയിലായിട്ട് ഞാൻ അത് ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല. അവിടെ നമ്മൾ പ്രധാനമായ എൻ്റെ എയിമായി പറഞ്ഞെന്താ? ഡീസലൈസേഷൻ ഓഫ് ഫാം സെക്ടർ ആൻഡ് എൻഹാൻസിങ് ഇൻകം ഓഫ് ഫാർമേഴ്സ്. അതായത് ഇവരുപയോഗിക്കുന്ന ഡീസൽ പമ്പുകൾ മാറ്റിയിട്ട് സോളാർ പമ്പുകൾ വെച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ട്. അപ്പോൾ ഇവിടെ മൈക്രോ ഹൈഡ്രോ സിസ്റ്റം, അതിന് വരെ നമ്മളിവിടെ സോളാർ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ സ്റ്റാൻഡ് ലോൺ സോളാർ പമ്പ്സ്, അപ്പോൾ ഡീസൽ പമ്പ് മാറ്റി സോളാർ പമ്പ് വെക്കുക. അവിടെ തന്നെ നമ്മൾ അതിൻ്റെ ബെനിഫിറ്റായി പറഞ്ഞത് എന്താണ് റിന്യൂവബിൾ എനർജി ബേസ്ഡ് പവർ പ്ലാന്റുകളാണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? കാർബൺ എമിഷൻ പരമാവധി കുറയും എന്ന് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു. എനർജി പോളിസിയുടെ ഭാഗമായി കാർബൺ എമിറ്റിംഗ് അല്ലെങ്കിൽ കാർബൺ ഫുട് പ്രിൻ്റ് ഉണ്ടാക്കുന്ന ഡീസൽ പമ്പുകളെ മാറ്റിയിട്ട് സോളാർ പമ്പ് വെക്കുമ്പോൾ ഡീകാർബണൈസേഷനാണ് നടക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ പൊല്യൂഷൻ കുറയ്ക്കും അത് നമ്മളവിടെ അന്ന് PM കുസും ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. അതേ ലോജിക്ക് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഡീസൽ അവിടെ നമുക്ക് ആൾറെഡി സിലബസിൽ തന്നിട്ടുള്ള പഠിക്കാനുണ്ടായിരുന്ന എനർജി പോളിസിയും നമ്മൾ പഠിച്ചു. ഡീസൽ പമ്പ് ഡീസലൈസേഷൻ നടപ്പിലാക്കി സോളാർ പമ്പ് കൊണ്ടുവരുമ്പോൾ അതെന്ത്? എയർ പൊല്യൂഷൻ കുറയ്ക്കും, കാർബൺ ഫുട് പ്രിൻ്റ് കുറയ്ക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഡീസൽ ജനറേറ്റർ മാറ്റി മൈക്രോ ഹൈഡ്രോ സിസ്റ്റം വയ്ക്കുന്നു. ഹൈഡ്രോയും ഒരു റിന്യൂവബിൾ കൈൻഡ് ഓഫ് സോഴ്സാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? എയർ പൊല്യൂഷൻ കുറയും, ഫ്യൂവൽ കോസ്റ്റും കുറയും. അപ്പോൾ ആ ലോജിക്ക് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. നമ്മൾ ആൾറെഡി പഠിച്ച ടോപ്പിക്കിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണത്. ഓക്കെ, അപ്പോൾ ഈ ചോദിച്ചിരിക്കുന്നത് എ നാച്ചുറൽ ഫോറസ്റ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് എ സിംഗിൾ സ്പീഷീസ് പ്ലാന്റേഷൻ ആൻഡ് പെസ്റ്റ് അറ്റാക്സ് ഇൻക്രീസ് വിത്തിൻ 2 years. ദ മോസ്റ്റ് ലൈക്ലി റീസൺ ഈസ്, അതായത് ഒരു സ്വാഭാവിക വനത്തെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു സിംഗിൾ സ്പീഷീസ് മാത്രം വെച്ചു, ഒരൊറ്റ സ്പീഷീസിലുള്ള കുറച്ച് ചെടികൾ മാത്രം വെച്ചു. അപ്പോൾ അങ്ങനെ വച്ചപ്പോൾ 2 വർഷത്തിനകം അവിടെ പെസ്റ്റ് അറ്റാക്ക് എന്ത് ചെയ്യുന്നു? ഭയങ്കരമായിട്ട് കൂടുന്നു. മോസ്റ്റ് ലൈക്ലി റീസൺ താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും അതിനനുയോജ്യമായി വരുന്ന കാരണം എന്താവാം? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആൻഡ് ട്രിക്കിയാണ്. 4 ഓപ്ഷൻ ഉണ്ട്.
ഡിസ്റപ്ഷൻ ഓഫ് നാച്ചുറൽ പ്രഡേറ്റർ പ്രേ ബാലൻസ്, സ്വാഭാവികമായ ഇരപിടിയൻ, അതായത് വേട്ടക്കാരനുണ്ട് ഇരയുണ്ട്, വേട്ടക്കാരുടെ ഇരയുടെ ആ ബാലൻസ്, പ്രഡേറ്റർ പ്രേ ബാലൻസിലുണ്ടാകുന്ന ഡിസ്റപ്ഷൻ, അത് തകരാറിലാവുന്നു. റെഡ്യൂസ്ഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഈ സയൻസ് ആൻഡ് ടെക്നോളജി പ്രിലിംസിന് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു, ഡൈവേഴ്സിറ്റിയുടെ ഡിഫറൻറ്റ് ലെവൽ നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചു ഇപ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ജനറ്റിക് ഡൈവേഴ്സിറ്റി, അങ്ങനെ ഡൈവേഴ്സിറ്റിയുടെ ഡിഫറൻറ്റ് ലെവൽ നമ്മൾ പഠിച്ചു. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, അങ്ങനെ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നമ്മളവിടെ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ആ റെഡ്യൂസ്ഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്നുള്ള ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷനായി തന്നിരിക്കുന്നത് ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ഡ്യൂ ടു ജനറ്റിക് യൂണിഫോമിറ്റി ഓഫ് ക്രോപ്സ്. ക്രോപ്സ് എല്ലാം ഒരേ തരം ജനറ്റിക് മേക്കപ്പ് ഉള്ളവയായതിനാൽ വൾണറബിലിറ്റി കൂടുന്നു. അതുപോലെ ഡിക്ലൈൻ ഇൻ എക്കോസിസ്റ്റം സ്റ്റെബിലിറ്റി കമ്പയർഡ് വിത്ത് നാച്ചുറൽ ഫോറസ്റ്റ്. നാച്ചുറൽ ഫോറസ്റ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എക്കോസിസ്റ്റം സ്റ്റെബിലിറ്റിയിൽ എന്തുണ്ടായി? ഡിക്ലൈൻ ഉണ്ടായി. 4 ഓപ്ഷൻ ഉണ്ട്. കുറച്ച് ഒന്ന് ട്രിക്കിയായ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഒരു വനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അവിടെ ഡിഫറൻറ്റ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടാവും, ഡിഫറൻറ്റ് സ്പീഷീസ് ഓഫ് ആനിമൽസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളൊരു സ്പീഷീസിലുണ്ടായിരുന്ന ഒരുപാട് ഒരു സ്പീഷീസിലുണ്ടായിരുന്നില്ല, ഒരു വനത്തിലുണ്ടായിരുന്ന ഒരുപാട് സ്പീഷീസ് മരങ്ങളെ മാറ്റിയിട്ട് അവിടെ ഒരു സിംഗിൾ സ്പീഷീസ് ഓഫ് ട്രീ മാത്രം വച്ച് പിടിപ്പിക്കുകയാണ്, പ്ലാന്റേഷൻ മാത്രം വച്ച് പിടിപ്പിക്കുകയാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യുന്ന പെസ്റ്റ് അറ്റാക്ക് കൂടുന്നതെന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്പീഷീസിനെ അറ്റാക്ക് ചെയ്യുന്ന പെസ്റ്റിൻ്റെ എണ്ണം കൂടി എന്നതാണല്ലോ. എന്തായിരിക്കാം ഇതിൻ്റെ റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റ് എന്താ? ഒരു പർട്ടിക്കുലർ ട്രീ ഉണ്ട്, അതിനെ അറ്റാക്ക് ചെയ്യുന്നൊരു പെസ്റ്റ് ഉണ്ട്. 2 വർഷം കൊണ്ട് ആ പെസ്റ്റിൻ്റെ ആക്രമണം ക്രമാതീതമായി കൂടി എന്ന് പറയുമ്പോൾ അതാണ് ഈ പറഞ്ഞ ഓപ്ഷനെ. അപ്പോൾ ഡിസ്റപ്ഷൻ ഇൻ നാച്ചുറൽ പ്രഡേറ്റർ പ്രേ ബാലൻസ്, അത് സംഭവിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മുടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന അതേ സാധനമാണ് നമ്മുടെ ഓപ്ഷനെ. അതിൻ്റെ കാരണമല്ല ഓപ്ഷനെ. ഡിസ്റപ്ഷൻ ഇൻ നാച്ചുറൽ പ്രഡേറ്റർ പ്രേ, സാധാരണയായി ഉണ്ടായിരുന്ന പെസ്റ്റ് അറ്റാക്കിനേക്കാൾ പെസ്റ്റ് അറ്റാക്ക് കൂടി എന്ന് പറയുമ്പോൾ, പെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ മരങ്ങളെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ പ്ലാന്റ് സ്പീഷീസുകളെ അറ്റാക്ക് ചെയ്യുന്നൊരു വിഭാഗമാണ്. അവയുടെ എണ്ണവും അവയുടെ അറ്റാക്കും ക്രമാതീതമായി കൂടി എന്ന് പറയുമ്പോൾ പ്രഡേറ്റർ പ്രേ ബാലൻസ് ഡിസ്റപ്റ്റ് ആയി. ഇത് രണ്ടും ഈക്വലാണ്. ഞെരക്കെടുപ്പ് നാളെയാണ് ഞെരക്കെടുപ്പ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ സാധനമാണ്. അപ്പോൾ എന്ന് പറയുന്നത് ആൾറെഡി സംഭവിച്ച കാര്യത്തെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പെസ്റ്റ് അറ്റാക്ക് കൂടി എന്നതിനെയാണ് നമ്മൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അല്ല, എന്തുകൊണ്ട് അതങ്ങനെ ആയി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫോറസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ലോജിക്കലി ആലോചിക്കുക. ഒരു ഫോറസ്റ്റ് എടുക്കുകയാണ്, അവിടെ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഉണ്ട്, അതായത് പലതരത്തിൽപ്പെട്ട പ്ലാന്റ് സ്പീഷീസുകളുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ പലതരം പ്ലാന്റ് സ്പീഷീസുകളുണ്ട്. അതിലിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പക്കി അല്ലെ, പെസ്റ്റ് അല്ലെ, ഒരു പ്രാണി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബി എന്ന് പറയുന്നൊരു പ്രാണി എന്ന് പറയുന്ന പ്ലാന്റിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്, ബി എന്ന് പറയുന്നത് ഒരു പ്രാണിയാണ്, പെസ്റ്റാണ്. ബി എന്ന പ്രാണി എന്ന പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യും എന്ന് വിചാരിക്കാം. ഒരു ഫോറസ്റ്റിൽ, ഒരു നാച്ചുറൽ ഫോറസ്റ്റിൽ എന്ന പ്ലാന്റ് ഉണ്ട്, സി എന്ന പ്ലാന്റ് ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്. ഇത്രയും പ്ലാന്റ് സ്പീഷീസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് പലയിടത്തായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് നിൽക്കുകയാണ്. ഒരു പെസ്റ്റ് വരികയാണ്. ഈ പെസ്റ്റിന് ഇത്രയും പ്ലാന്റുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലെല്ലാം സഞ്ചരിച്ച് തേടി നടന്നാലേ ഇതിന് പ്രഡേറ്റ് ചെയ്യേണ്ട എന്ന പ്ലാന്റിനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ പെസ്റ്റ് കുറച്ച് പണിയെടുക്കണം അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണ് ആഹാരം കണ്ടെത്താൻ. അത്ര ഇങ്ങോട്ട് അബണ്ടൻ്റ് അല്ല. ഇതിൻ്റെ ഇടയിൽ തപ്പി നടന്നാലേ ഇതിനെ പ്രഡേറ്റ് ചെയ്യേണ്ട എന്ന പ്ലാന്റിനെ കണ്ടെത്താൻ പറ്റൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? സി വെട്ടിക്കളഞ്ഞു, ഡി വെട്ടിക്കളഞ്ഞു, ഇ വെട്ടിക്കളഞ്ഞു, എഫ് വെട്ടിക്കളഞ്ഞു, ജി വെട്ടിക്കളഞ്ഞു, എച്ച് വെട്ടിക്കളഞ്ഞു. ഈ സ്പീഷീസിൽപ്പെട്ട എല്ലാ പ്ലാന്റുകളെ ഇവിടെ നിന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ മൊത്തം എന്താക്കിയിടേ? ആക്കി. അതായത് ഈ ഫോറസ്റ്റിലെല്ലാം പിന്നെ ആരേ ഉള്ളൂ? മാത്രമേ ഉള്ളൂ. അതായത് എന്ന സ്പീഷീസിൽപ്പെട്ട ആര് മാത്രമേ ഉള്ളൂ? ട്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറച്ചു. മറ്റേത് ഒന്നിലധികം പ്ലാന്റ് സ്പീഷീസുകൾ ഉണ്ടായിരുന്നപ്പോൾ പെസ്റ്റിന് ആവശ്യമായ വളരെ കുറച്ച് സ്പീഷീസ് മാത്രമേ അവിടെ ഉള്ളൂ. അല്ലെങ്കിൽ പെസ്റ്റ് അറ്റാക്ക് ചെയ്യുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മളിവിടെ എന്ത് ചെയ്തു? പലതരം സ്പീഷീസുകൾ ഉണ്ടായിരുന്നിടത്ത് ബാക്കി എല്ലാ സ്പീഷീസിനെയും വെട്ടിക്കളഞ്ഞിട്ട് ഒരൊറ്റ സ്പീഷീസ് മാത്രമാക്കി. അതായത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറച്ചു. അങ്ങനെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറച്ചതുകൊണ്ടാണ് ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് ആലോചിച്ചാൽ മതി. മറ്റെല്ലാ മരങ്ങളെയും വെട്ടിക്കളഞ്ഞിട്ടൊരു പർട്ടിക്കുലർ സിംഗിൾ സ്പീഷീസ് പ്ലാന്റേഷൻ മാത്രം വെക്കുമ്പം ബേസിക്കലി അവിടെ സംഭവിക്കുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞു. ഒരൊറ്റ സ്പീഷീസ് മാത്രം ഡൊമിനൻ്റായി. അപ്പോൾ പിന്നെ പെസ്റ്റിന് എളുപ്പമായി, വന്ന അപ്പോഴേ അറ്റാക്ക് ചെയ്യുന്നു, പോകുന്നു
അല്ലെങ്കിൽ അത് അറ്റാക്ക് ചെയ്യുന്ന പ്ലാന്റ് സ്പീഷീസ് ഭയങ്കര അബണ്ടൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? പെസ്റ്റ് കൂടി വരുന്നു, പെസ്റ്റിൻ്റെ അറ്റാക്ക് കൂടി വരുന്നു. അപ്പോൾ അവിടെ പ്രെഡേറ്റർ പ്രേ ബാലൻസ് ഡിസ്റപ്റ്റ് ആയി എന്നതൊരു എഫക്റ്റാണ്. ആ എഫക്റ്റിൻ്റെ റീസൺ എന്താണ്? കാരണം എന്താണ്? റെഡ്യൂസ്ഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ്. ആ ലോജിക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എ വരില്ല എന്ന് നമുക്ക് മനസ്സിലായി. എയുടെ കാരണം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയുടെ കാരണം ബി ആണ്. അപ്പോൾ എ എന്തായാലും ഇവിടെ വരില്ല. ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ഡ്യൂ ടു ജനറ്റിക് യൂണിഫോമിറ്റി ഓഫ് ക്രോപ്സ്. ഇത് ആൻസർ ആയിട്ട് എപ്പോൾ വരുമായിരുന്നെന്നറിയോ? ഈ ക്വസ്റ്റ്യൻ നാച്ചുറൽ ഫോറസ്റ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് എ സിംഗിൾ സ്പീഷീസ് പ്ലാന്റേഷൻ വരെ തന്നിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ സം ഇയേഴ്സ് ദ ഹോൾ ഫോറസ്റ്റ് ഈസ് ഡീജനറേറ്റഡ് ഡ്യൂ ടു സം സ്പെസിഫിക് ഡിസീസ് വിച്ച് അഫക്ട്സ് ദിസ് പർട്ടിക്കുലർ പ്ലാന്റ് സ്പീഷീസ്. അതായത് നിങ്ങൾ ഈ ബാക്കി എല്ലാ മരങ്ങളെയും വെട്ടിക്കളഞ്ഞ് ഒരു സ്പീഷീസ് മാത്രം വെച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ മരങ്ങൾക്കെല്ലാം കോമൺ ആയിട്ട് അസുഖം വന്ന് ഈ മരങ്ങളെല്ലാം നശിച്ചു പോയി. ആ ഫോറസ്റ്റ് അപ്പാടെ നശിച്ചു പോയി എന്ന് ഇത്രയാണ് അവിടെ സംഭവിക്കുന്നത്. എന്താ? ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ഡ്യൂ ടു ജനറ്റിക് യൂണിഫോമിറ്റി ഓഫ് ക്രോപ്സ്. ഈ എല്ലാ ക്രോപ്പുകളും ഒരേ ജനറ്റിക് യൂണിഫോമിറ്റി ഉള്ളവയാണ്. അതായത് എല്ലാത്തിൻ്റെയും ജനറ്റിക് മേക്കപ്പ് സെയിമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് പിടിപെടുന്ന ഒരു രോഗം വന്നാൽ ഇത് എല്ലാവരിലേക്കും പെട്ടെന്ന് പരക്കൂലേ? നമ്മളിതിനെ ബോട്ടിൽ നെക്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ എക്സാക്ട്ലി ബോട്ടിൽ നെക്കല്ല, എങ്കിലും ആ ഐഡിയ മനസ്സിലാക്കി വെക്കുക. അപ്പം ഒരു 200 മനുഷ്യരുണ്ടെന്ന് വിചാരിക്കുക. ഒരു പ്രളയമോ പേമാരിയോ തീപിടുത്തോ വന്ന് 10 മനുഷ്യർ മാത്രമായി ബാക്കി. അല്ലെ പോട്ടെ, 10 വേണ്ട, അത് ഇച്ചിരി കൂടുതലാണ്, കുറച്ചുകൂടെ മനസ്സിലാകും. ഒരു 5 പേരെ ഞാൻ പറയാം. 5 മനുഷ്യർ ബാക്കിയുള്ളൂ. ബാക്കി 195 പേര് മരിച്ചുപോയി എന്ന് വിചാരിക്കുക. ബാക്കി ഇനി ഈ 5 പേര് റീപ്രൊഡ്യൂസ് ചെയ്താൽ, ഭൂമിയിൽ മൊത്തത്തിലുള്ളൊരു ആവറേജ് കണക്കാണ് ഞാൻ പറഞ്ഞത്, ഈ 5 പേര് റീപ്രൊഡ്യൂസ് ചെയ്താൽ ഇനി മനുഷ്യരുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 5 പേര് പരസ്പരം മേറ്റ് ചെയ്ത് പുതിയ ഒരു തലമുറയെ ഉണ്ടാക്കണം. അപ്പോൾ ഇവർ തമ്മിലുള്ള ജനറ്റിക് സിമിലാരിറ്റി വളരെ കൂടുതലായിരിക്കും അല്ലേ? ഇപ്പം നമ്മൾ പറയില്ലേ ബന്ധുക്കളെ കല്യാണം കഴിക്കാം, അതാണ് കുറച്ചുകൂടി റിലേറ്റഡ് എക്സാമ്പിൾ. അപ്പോൾ ബന്ധുക്കളിൽ നിന്ന് കല്യാണം കഴിക്കരുത്, നിങ്ങളുടെ ബന്ധുക്കളായവരെ കല്യാണം കഴിക്കരുതെന്ന് പറയും. കാരണം നിങ്ങൾക്കും അവർക്കും ഏതാണ്ട് ഒരേ ജനറ്റിക് മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറയും അല്ലേ? അപ്പോൾ സിമിലർ ജനറ്റിക് മേക്കപ്പ് ആയിരുന്നാൽ എപ്പോഴും ഒരു സ്പീഷീസ് വൾണറബിൾ ആയിക്കൊണ്ടിരിക്കും. എന്ത് വേണം? ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടാവണം. നമ്മൾ ഡൈവേഴ്സിറ്റി പഠിച്ച സമയത്ത് പറഞ്ഞാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. അത് ഒരു സ്പീഷീസിൻ്റെ തന്നെ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഡിഫറൻ്റ് ആണ് എന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. നമ്മുടെ ഇന്ത്യക്കാരുടെ കോമൺ മെലാനിൻ പ്രൊഡക്ഷൻ ജനറ്റിക് മേക്കപ്പ് അല്ല അമേരിക്കക്കാർക്കുള്ളത്. അതുകൊണ്ടാണ് അവരുടെ സ്കിൻ ടോൺ ഡിഫറൻ്റ് ആവുന്നത്. നമ്മൾ ഹ്യൂമൻസിന് തന്നെ ജോഗ്രഫിക്ക് അനുസരിച്ച് നമ്മുടെ ഏരിയയ്ക്ക് അനുസരിച്ചൊക്കെ പലതരം ജനറ്റിക് മേക്കപ്പ് ഉണ്ട്. ഈ ജനറ്റിക് മേക്കപ്പ് എത്രത്തോളം സിമിലർ ആവുന്നോ അത്രത്തോളം നമ്മൾ വൾണറബിൾ ആവും. മനസ്സിലായോ? എത്രത്തോളം ഇത് സിമിലർ ആവുന്നോ, അതായത് നമ്മുടെ ഒരു സ്പീഷീസിൽപ്പെട്ട എല്ലാവർക്കും ഏതാണ്ട് ഒരേ തരം ജനറ്റിക് മേക്കപ്പ് ആണെങ്കിൽ നമ്മൾ അത്രത്തോളം വൾണറബിൾ ആയിരിക്കും. ഡിഫറൻറ്റ് ജനറ്റിക് മേക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഈ ജനറ്റിക് മേക്കപ്പ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ബോഡി ഫീച്ചേഴ്സ്, നമ്മുടെ പ്രത്യേകമായ റെസിസ്റ്റൻസ്, ഇമ്മ്യൂണിറ്റി ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. നമ്മളെല്ലാവർക്കും ഒരേ ജനറ്റിക് മേക്കപ്പ്, ഒരു 10 പേരെടുത്താൽ 10 പേർക്കും ഒരേ ജനറ്റിക് മേക്കപ്പ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ വൈറസ് വന്ന് നമുക്ക് രസം വന്നാൽ ഈ 10 പേരും എന്ത് ചെയ്യും? ഇല്ലാതായി പോകും, തട്ടിപ്പോവും. ഒരാൾക്കെങ്കിലും ഒരു ഡിഫറൻറ്റ് ജനറ്റിക് മേക്കപ്പ് ഉണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ അതിന് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, അയാൾ സർവൈവ് ചെയ്യും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ജനറേഷൻ നിലനിർത്താൻ പറ്റും. അപ്പോൾ ഒരു സ്പീഷീസിന് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അതിജീവനം പലപ്പോഴും സാധ്യമാവൂ. അപ്പോൾ ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ഡ്യൂ ടു ജനറ്റിക് യൂണിഫോമിറ്റി ഓഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാരണമല്ല, ഇവിടെ അതല്ല കാരണം. ഓക്കെ, അതാണ് അവിടെ. പിന്നെ ഡിക്ലൈൻ ഇൻ എക്കോസിസ്റ്റം സ്റ്റെബിലിറ്റി കമ്പയർഡ് വിത്ത് നാച്ചുറൽ ഫോറസ്റ്റ്, അതുണ്ട്. നാച്ചുറൽ ഫോറസ്റ്റിലുള്ള അത്രയും എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ഫോറസ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ സാധനമാണ്, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസ് മിക്സഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒരു സ്പെസിഫിക് ബീറ്റിൽ, ഇപ്പോൾ ഓക്ക് ട്രീയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ബീറ്റിലുണ്ടെങ്കിൽ അതിന് ഭയങ്കരമായി പണിയെടുക്കേണ്ടി വരും ഓക്ക് ട്രീ കണ്ടുപിടിക്കാൻ. ഓക്ക് ട്രീ ഇപ്പോൾ ഒരു ഓക്ക് ട്രീ അറ്റാക്ക് ചെയ്തിട്ട് അടുത്ത ഓക്ക് ട്രീ അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ അതിന് കുറച്ചുകൂടെ പ്രയാസമാണ്, പണിയെടുക്കണം. പക്ഷേ അവിടെ എന്ത് മേപ്പിൾസ് ഉണ്ട്, ഫിഡ്സ് ഉണ്ട്, ബിർച്ചസ് ഉണ്ട്, അങ്ങനെയുള്ള പലതരം മരങ്ങൾ അതിൻ്റെ മുമ്പിലുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്ന് വേണം ഇതെന്ത് ചെയ്യാൻ, അത് കണ്ടെത്താനായിട്ടുള്ള മെക്കാനിസംസ് ഇതിന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ പണിയെടുക്കണം. അപ്പോൾ ഇതിനെയാണ് അസോസിയേഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് സ്പീഷീസ് ഉള്ളപ്പോൾ ഈ സ്പീഷീസുകളിൽ പ്രഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സ്പീഷീസിനെ ആശ്രയിച്ചിരിക്കുന്ന ജീവികൾക്ക് ആ പർട്ടിക്കുലർ സ്പീഷീസ് കണ്ടെത്താൻ കുറച്ച് പണിയെടുക്കണം. കാരണം അവിടെ ഉള്ളത് എല്ലാം ആ സ്പീഷീസ് അല്ല, പല പല സ്പീഷീസുകളുണ്ട്. ഇതിനിടയിൽ നിന്ന് തനിക്ക് വേണ്ട സ്പീഷീസ് ഏതാണെന്ന് കണ്ടെത്താൻ ഒരു പ്രേ കുറച്ച് പണിയെടുക്കണം. ഇതിനെയാണ് അസോസിയേഷണൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സിംഗിൾ സ്പീഷീസ് പ്ലാന്റേഷൻ മാത്രമാകുമ്പോൾ ഹോസ്റ്റ് ഡെൻസിറ്റി കൂടുകയാണ്. ഇപ്പം നമ്മുടെ മോണോകൾച്ചറിന് ഉദാഹരണമാണ്, ഒരു പർട്ടിക്കുലർ ഏരിയ ഒരു പർട്ടിക്കുലർ ചെടി മാത്രം നമ്മൾ കൃഷി ചെയ്യുന്നു.
അപ്പോൾ അവിടെ ഓരോ സിംഗിൾ ട്രീ ഒരു ഹോസ്റ്റാണ്. അപ്പോൾ ഒരു ബീറ്റിലിന് ഒരു മരത്തിൽ ഇരിക്കുന്നു, തൊട്ടടുത്ത മരത്തിൽ പോയാൽ അത് തനിക്ക് വേണ്ട സ്പീഷീസാണ്, തൊട്ടപ്പുറത്തുള്ളതും തനിക്ക് വേണ്ട സ്പീഷീസാണ്. ഇതിനെന്ത് സുഭിക്ഷമായിട്ട് എല്ലായിടത്തും ഉണ്ട് നടക്കാം, അല്ലെ ജീവിച്ച് നടക്കാം, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പെസ്റ്റുകളുടെ എന്ത് പോപ്പുലേഷൻ എക്സ്പ്ലോഡ് ആവും. അതായത് പണിയെടുക്കണമെങ്കിൽ നമുക്ക് റിസ്ക്കുകളുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ബീറ്റിൽ ഓക്ക് ട്രീയെ ലവ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. അവിടെയുള്ള ബാക്കി എല്ലാ പ്ലാന്റുകളും എന്ത് ഇപ്പോൾ ഒരു മറ്റേ വീനസ് ഫ്ലൈ ട്രാപ്പ് ഉള്ള ഫോറസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ബീറ്റിൽ അതിൽ പോയിരുന്നാൽ വീനസ് ഫ്ലൈ ട്രാപ്പ് ഇതിനെ അടച്ചു പിടിക്കും, ഇതിനെ ദഹിപ്പിക്കും. മറ്റേ ഇരപിടിയൻ ചെടികൾ നമ്മൾ കണ്ടിട്ടുള്ളൂ, പ്രാണികളെ പിടിച്ച് ഭക്ഷിക്കുന്ന ചെടികൾ നമുക്കറിയാലോ. അല്ലെങ്കിൽ കൊഴുകൊഴുത്ത കറയുള്ള ഒരു ചെടിയുടെ അടുത്ത് പോയിരുന്ന ഈ ബീറ്റിൽ അതെല്ലാം ഒട്ടിപ്പോവും. ഇങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികൾ ഈ ബീറ്റിലുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ ഒരുപാട് എക്സ്പ്ലോഡ് ആവില്ല. തനിക്ക് വേണ്ട സ്പീഷീസ് കണ്ടെത്തുന്നതിനിടയിൽ തന്നെ ഇതിനെ ദോഷകരമായി ബാധിക്കുന്ന മറ്റ് സ്പീഷീസുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ബാക്കി ഇതിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സ്പീഷീസില്ല. ചെല്ലുമ്പോൾ ഇരിക്കുന്ന മൊത്തം ഇതിന് സപ്പോർട്ടീവായിട്ടുള്ള ഇതിന് പ്രഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പീഷീസ് ആണെങ്കിൽ ഇതിൻ്റെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലോഡ് ചെയ്യും. ഇതിന് വെല്ലുവിളികളില്ല. അതുകൊണ്ടാണ് പെസ്റ്റ് അറ്റാക്ക് ഇവിടെ കൂടുന്നത്. അപ്പോൾ റെഡ്യൂസ്ഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ് ഇവിടുത്തെ കറക്റ്റ് ലോജിക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചോദിച്ച നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അവസാനത്തെ ചോദ്യം, നാനോ കോട്ടിങ്സ് ഓൺ മെഡിക്കൽ ഇംപ്ലാന്റ്സ് റെഡ്യൂസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മെയിൻലി ബിക്കോസ് ദേ. അതായത് മെഡിക്കൽ ഇംപ്ലാന്റുകളിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന മെഡിക്കൽ ഇംപ്ലാന്റുകളിൽ നമ്മൾ നാനോ കോട്ടിങ് ചെയ്യാറുണ്ട്. നാനോ ടെക്നോളജി എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, പൊതുവെ കണ്ടുവരാത്ത ടൈപ്പാണ്. എന്നാൽ ഇവിടെയും നമുക്ക് ആ ലോജിക്ക് അപ്ലൈ ചെയ്യാം. ബിക്കോസ് ദേ റിലീസ് ഹീറ്റ് കണ്ടിന്യൂസ്ലി, ഇൻട്രാക്ട് വിത്ത് മൈക്രോബ്സ് അറ്റ് മോളിക്കുലാർ സ്കെയിൽ, ഇൻക്രീസ് ഇംപ്ലാന്റ് സൈസ്, റെഡ്യൂസ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു മെഡിക്കൽ ഇംപ്ലാന്റ് വെക്കുകയാണ്. പലതരത്തിലുള്ള മെഡിക്കൽ ഇംപ്ലാന്റുകൾ പല മെഡിക്കൽ കണ്ടീഷൻസിലുള്ളവരുടെ ശരീരത്തിലേക്ക് ഇൻസർട്ട് ചെയ്യാറുണ്ട് ചികിത്സയുടെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ ഇംപ്ലാന്റ് വെക്കുമ്പോൾ അതിൽ നാനോ കോട്ടിങ്ങുകൾ ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിലീസ് ഹീറ്റ് കണ്ടിന്യൂസ്ലി, അതായത് നമ്മുടെ ശരീരത്തിനകത്ത് വെക്കുന്നൊരു മെഡിക്കൽ ഇംപ്ലാന്റ് കണ്ടിന്യൂസ്ലി ഹീറ്റ് റിലീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കൂടെ? നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് ചെന്നുള്ളത് കണ്ടിന്യൂസ്ലി ഹീറ്റ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായൊരു താപനില, എക്സ്റ്റേണൽ ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിക്കകത്തുള്ള ടെമ്പറേച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ രക്തം ഒഴുകുന്നിടത്തോ വേറെ ഏതെങ്കിലും ഒരു സെൻസിറ്റീവ് ഓർഗനുള്ളിടത്തൊക്കെ നമ്മളൊരു ഇംപ്ലാന്റ് വെക്കുകയാണ്. അവിടെ ഇരുന്ന് ഇംപ്ലാന്റ് കണ്ടിന്യൂസ്ലി ഹീറ്റ് റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണോ? അല്ല. അപ്പോൾ ഒരിക്കലും ലോജിക്കലി തന്നെ നമുക്കത് കട്ട് ചെയ്യാം. മെഡിക്കൽ ഇംപ്ലാന്റുകളുടെ ഈ പറഞ്ഞ സർഫസിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനം ഹീറ്റ് റിലീസ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ അതല്ല. ഇൻക്രീസ് ഇംപ്ലാന്റ് സൈസ്, ഇംപ്ലാന്റുകൾ പരമാവധി ചെറുതാക്കി നമ്മുടെ ശരീരത്തിൽ എളുപ്പത്തിൽ ഇൻസർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും മെഡിക്കൽ ഇംപ്ലാന്റുകൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇംപ്ലാന്റ് സൈസ് കൂടുന്നത് നമുക്ക് നല്ലതല്ല. അപ്പോൾ ഇംപ്ലാന്റ് സൈസ് കൂടുക എന്ന് പറയുന്നൊരു പോസിബിലിറ്റി തന്നെ അവിടെ റയറാണ്. അപ്പോൾ പിന്നെ നാനോ കോട്ടിങ് അതിനായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. റെഡ്യൂസ് മെക്കാനിക്കൽ സ്ട്രെങ്ത്, കോട്ടിങ്ങാണ് ചെയ്യുന്നത്. നമ്മളീ പറഞ്ഞതുപോലെ ഈ ജനലിൻ്റെ കമ്പിയിൽ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ ജനലിൻ്റെ കമ്പിയുടെ ഉറപ്പിൽ മാറ്റമൊന്നും വരുന്നില്ല. ജനലിൻ്റെ കമ്പി തുരുമ്പെടുക്കാതിരിക്കാനായിട്ടുള്ളൊരു കോട്ടിങ്ങാണ് നമ്മൾ അടിക്കുന്നത്. അതുപോലെയാണ് ഒരു നാനോ കോട്ടിങ്ങാണ് ചെയ്യുന്നത്. നാനോ കോട്ടിങ് ചെയ്തെന്നും പറഞ്ഞ് ഇതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്തിലൊന്നും വ്യത്യാസം വരില്ല. അപ്പോൾ ഏറ്റവും അനുയോജ്യം ഏതാ? ഇൻ്ററാക്ട് വിത്ത് മൈക്രോബ്സ് അറ്റ് മോളിക്കുലാർ സ്കെയിൽ. ഈ പറഞ്ഞ നാനോ കോട്ടിങ്ങൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? ഈ മൈക്രോബുകളുമായിട്ട് ഇത് ഇൻട്രാക്ട് ചെയ്യും. എങ്ങനെയൊക്കെ? അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ എഞ്ചിനീയർ ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞ ബാക്ടീരിയയുടെയൊക്കെ മോളിക്കുലാർ സ്കെയിലാണ് ഇതിൻ്റെ സൈസ്. സെയിം സ്കെയിൽ ആസ് ബയോളജിക്കൽ മോളിക്യൂൾസ് ആൻഡ് ബാക്ടീരിയ. ഈ ബാക്ടീരിയയുടെയും ബയോളജിക്കൽ മോളിക്യൂൾസിൻ്റെയൊക്കെ സൈസിൽ വരുന്ന ആ പറഞ്ഞ മോളിക്കുലാർ സ്കെയിലിലാണ്, അത്രയും ചെറിയ സൈസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞ നാനോ മെറ്റീരിയൽസിനെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ ത്രൂ ഫിസിക്കൽ ഓർ കെമിക്കൽ മീൻസ് ദാറ്റ് ലാർജർ ബൾക്ക് മെറ്റീരിയൽസ് കാനോട്ട് അച്ചീവ്. വലിയൊരു മെറ്റീരിയലിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ ഇത് വളരെ ചെറിയ സ്കെയിലായതുകൊണ്ട് ഡയറക്റ്റ്ലി ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതുമായി റിയാക്ട് ചെയ്യാനൊക്കെ ഈ നാനോ കോട്ടിങ്ങുകൾക്ക് പറ്റും. ഓക്കെ, അത് എങ്ങനെയൊക്കെ സാധിക്കും? ഒന്ന് ഫിസിക്കൽ ഡിസ്റപ്ഷനാണ്. ഫിസിക്കൽ ഡിസ്റപ്ഷൻ എങ്ങനെയാണ്? സം നാനോ കോട്ടിങ്സ് കൺസിസ്റ്റ് ഓഫ് നാനോ പില്ലേഴ്സ് ഓർ സ്പൈക്ക്. ഈ മുള്ള് പോലെ ഇപ്പോൾ കൊറോണയുടെ ശരീരത്തിൽ നമ്മളിങ്ങനെ പൊങ്ങിയിരിക്കുന്ന സാധനങ്ങൾ കാണൂലേ, ഇതാണ് സ്പൈക്ക് എന്ന് വിളിക്കുന്നത്. സ്പൈക്ക് പ്രോട്ടീൻ നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇതുപോലുള്ള പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ സ്പൈക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നാനോ സ്പൈക്കുകൾ ഉണ്ടാവും. നാനോ സ്പൈക്കുകൾ വെച്ചിട്ട് ഈ ഷാർപ്പ് ആൻഡ് ടൈനി സ്പൈക്കുകൾ വെച്ചിട്ട് ഫിസിക്കലി അവരെന്ത് ചെയ്യും? ഈ ബാക്ടീരിയയുടെയൊക്കെ സെൽ മെംബ്രെയിനെ പങ്ക്ചർ ചെയ്യും. അതായത് ടയർ നമ്മൾ മുള്ളുകൊണ്ട് കുത്തി പങ്ക്ചർ ചെയ്യുമ്പോൾ ഈ ചെറിയ നാനോ സ്പൈക്കുകൾ ഈ ബാക്ടീരിയയുടെ കവറിങ്ങിനെ പങ്ക്ചർ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? അതിനെ കൊല്ലും.
അപ്പോൾ പുറത്തുനിന്ന് കെമിക്കലൊന്നും കൊടുക്കാതെ തന്നെ അകത്ത് പോകുന്ന ആളിൻ്റെ നമ്മളൊരു പിച്ചാത്തിയും കൂടെ കൊടുത്തു വിട്ടാലെങ്കിൽ ഇരിക്കും, അതേ എഫക്റ്റാണ് ഇവിടെ അല്ലേ. പിന്നെ കെമിക്കൽ ഇൻട്രാക്ഷൻ, അതായത് ഈ കോട്ടിങ്സ് നമ്മൾ സിൽവറും കോപ്പറും ഒക്കെ വെച്ച് സിൽവർ കോപ്പർ നാനോ പാർട്ടിക്കിൾസ് വെച്ച് നമ്മൾ കോട്ടിങ് ഉണ്ടാക്കാറുണ്ട്. ഇവ എന്ത് ചെയ്യും? അയോൺസ് റിലീസ് ചെയ്യും. ഈ അയോൺസ് ബാക്ടീരിയൽ സെൽ വാൾസിനെ പെനട്രേറ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ DNA മെറ്റബോളിക് പ്രോസസ്സിനെയൊക്കെ എന്ത് ചെയ്യും? നശിപ്പിക്കും. അപ്പോൾ അതാണ് അടുത്തത്. അപ്പോൾ ആദ്യത്തേത് ഡയറക്റ്റ്ലി ഈ സ്പൈക്കും നാനോ സ്പൈക്കുകൾ വെച്ച് കുത്തി പരിക്കേൽപ്പിച്ച് എന്ത് ചെയ്യും? സെൽ മെംബ്രെയിൻ നശിപ്പിക്കും. രണ്ടാമത്തേത് അയോണുകൾ റിലീസ് ചെയ്ത് നശിപ്പിക്കും. മൂന്നാമത്തേത് ആൻറ്റി അഡ്ഹീഷൻ, അതായത് ഈ ബാക്ടീരിയയ്ക്ക് നമ്മുടെ ഓർഗൻസിലും നമ്മുടെ ശരീരത്തിൻ്റെ ടിഷ്യൂസിലും സെല്ലൊക്കെ പിടിച്ചിരിക്കാൻ പറ്റണമല്ലോ. അപ്പോൾ ഇതെന്ത്, ഈ നാനോ കോട്ടിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ സ്ലിപ്പറിയാണ്, കെമിക്കലി സ്ലിപ്പറിയാണ്. അതായത് ഈ ബാക്ടീരിയയ്ക്കും ഇതിൻ്റെ ഇപ്പോൾ വൈറസ് ഒക്കെ ജനറ്റിക് മെറ്റീരിയലിനൊക്കെ വന്ന് ബൈൻഡ് ചെയ്യാൻ വലിയ പാടാണ്, ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രിപ്പ് കിട്ടൂല ബാക്ടീരിയയ്ക്ക്, ഒരു ബയോ ഫിലിം പ്രൊഡ്യൂസിൻ്റെ ഗ്രിപ്പ് കിട്ടൂല. അല്ലെങ്കിൽ ബാക്ടീരിയ പ്രധാനമായിട്ട് കോളനി ആയിട്ടാണല്ലോ, ഒരു കോളനി ഫോം ചെയ്യുമല്ലോ. ഇങ്ങനെ കോളനി ഫോം ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടില്ല, ഒരു അഡ്ഹസീവ് സ്പേസ് കിട്ടില്ല, പിടിച്ചിരിക്കാനുള്ള ഗ്രിപ്പ് കിട്ടില്ല. അപ്പോൾ ആ ഗ്രിപ്പ് ഇല്ലാതാക്കുകയും ആര് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞ നാനോ പാർട്ടിക്കിൾസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ നാനോ കോട്ടിങ്സ് ഇംപ്ലാന്റുകളിൽ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള പറഞ്ഞ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. പിന്നെ ഈ പറഞ്ഞ ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു, ഹീറ്റ് കണ്ടിന്യൂസ്ലി റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. അത് സറൗണ്ടിങ് ആയിട്ടുള്ള ഹ്യൂമൻ ടിഷ്യൂസിനൊക്കെ എന്ത് ചെയ്യും? ഡാമേജ് ചെയ്യും, എപ്പോഴും ഹീറ്റ് പുറത്തു വിട്ടുകൊണ്ടിരുന്ന. ഇംപ്ലാന്റ് സൈസ് അതല്ല, ഇൻക്രെഡിബിളി തിന്നാണ് നാനോ ഇംപ്ലാന്റ്, അതുകൊണ്ട് സൈസ് കൂടില്ല. ഓക്കെ, ഇംപ്ലാന്റിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാവില്ല. മെക്കാനിക്കൽ സ്ട്രെങ്തുമായിട്ട് ഒരു ബന്ധവും ഈ കോട്ടിങ്ങിനില്ല. ഇത് സർഫസിലെ പ്രോപ്പർട്ടീസ്, ഞാൻ പറഞ്ഞില്ലേ സർഫസ് സ്ലിപ്പറി ആക്കും, അപ്പോൾ ബാക്ടീരിയയ്ക്ക് കോളനി ഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ സർഫസ് പ്രോപ്പർട്ടീസാണ്. ഓക്കെ, അപ്പോൾ അടിയിലുള്ള മെറ്റീരിയലിൻ്റെ ഏതിലാണോ ഇത് കോട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്ട്രെങ്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, മറിച്ച് പ്രോപ്പർട്ടീസിലാണ് ചേഞ്ച് ഉണ്ടാക്കുന്നത്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസിലും ഈ പറഞ്ഞ സർഫസ് പ്രോപ്പർട്ടീസിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ സിലബസിൽ കണ്ടിട്ടില്ലാത്ത മേഖലയിൽ നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് തോന്നുമ്പോൾ പോലും നമുക്ക് ലോജിക്കലി നമുക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ പരീക്ഷാ ഹാളിൽ നിങ്ങളിതൊക്കെ പഠിച്ചുകൊണ്ട് പോയിട്ട് അതിൽ നിന്ന് നിങ്ങൾ ചോദ്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുമ്പോൾ അതിൽ നിന്നല്ലാത്ത ചോദ്യങ്ങൾ കണ്ടാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിരാശ ഉണ്ടാവും, ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ടെൻസ്ഡ് ആവും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസറുകൾ എഴുതാനുള്ളൊരു രീതി നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് വരുന്ന പ്രിലിംസിലും ഇങ്ങനെ ആണ് ചോദ്യങ്ങളെങ്കിൽ ഈ പറഞ്ഞ ലോജിക്കൽ കൺക്ലൂഷൻസൊക്കെ തന്നെ അവിടെയും ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.